കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓഗസ്റ്റ് മാസം 31 തീയതി 2025 എന്ന ദിനത്തിൽ നമ്മൾ സഭായോഗമായി ദൈവസന്നിധിയിലായിരിക്കുന്നു. വീട്ടിലെ സഭ, ഹൗസ് ചർച്ച്. വീട്ടിലെ സഭ എന്നുള്ളത് അതിൻ്റെ ഗൗരവം എന്താണെന്ന് ഇന്നത്തെ പല പ്രിയപ്പെട്ടവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുക. വലിയ വലിയ മെഗാ ചർച്ചുകളിൽ പോകുന്നതുകൊണ്ട് ഗുണമില്ല എന്ന് മനസ്സിലാക്കി വീട്ടിലെ ചർച്ചുകളിലായിട്ട് ജനം കൂടി വന്നുകൊണ്ടിരിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സന്ദേശങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ കേൾക്കണ്ട. ഞാനതങ്ങുള്ളതും അങ്ങ് തുറന്നങ്ങ് പറയുക. ഇനി അധിക കാലമില്ല. സ്വർഗരാജ്യത്ത് പോകണം, കർത്താവിൻ്റെ വരവിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന സന്ദേശങ്ങൾ കേട്ടേ മതിയാകും. കാരണം അതിന് വേണ്ടുന്ന ഉപദേശങ്ങളാണ് ഞങ്ങൾ പറയുന്ന, വേറെ ഒന്നുമല്ല. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടത്. പൗലോസ് പറഞ്ഞതുപോലെ, ചെയ്തതുപോലെ മെഗാ ചർച്ചുകളിൽ നടക്കുന്ന ആരാധനകളെക്കുറിച്ച് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പഠിക്കാൻ വേണ്ടി കേട്ടതല്ല, ഞാനത് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് കേട്ടതല്ല. പുനലൂരിൽ നടക്കുന്ന ഒരു മീറ്റിംഗ്, ഒരു മെഗാ മീറ്റിംഗ് ഞാൻ കാണാനിടയായി. അത് എൻ്റെ ഹൃദയത്തിൽ വലിയ നോവായി മാറാനിടയായി. ഒരു ചെറുപ്പക്കാരനായ ഒരു പാസ്റ്റർ അവിടെ വന്ന് പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. വേദനയോടെ ഞാൻ പറയുക. അദ്ദേഹം പഴയ നിയമത്തിലെ കുറച്ച് വാക്യങ്ങളൊക്കെ എടുത്ത് പുതിയ നിയമത്തിൽ നോക്കി എടുത്ത് പറയുന്നുണ്ട്. ഒരു വാക്യമൊക്കെ പുതിയ നിയമം എടുത്തിട്ട് വാക്യം എടുത്തിട്ടിട്ട് നേരെ അങ്ങ് പോവുക ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക്. 2 രാജാക്കന്മാർ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ച 2 രാജാക്കന്മാരുണ്ട്. ആരാന്നറിയാമോ? സീഹോനും ഓഹും. അത് ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ച 2 രാജാക്കന്മാരാണ്. ആ രാജാക്കന്മാരുടെ ഘോരമായ പീഡയിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച ആ വിടുതലൊക്കെ എടുത്ത് പുതിയ നിയമത്തിൽ വെച്ച് പ്രസംഗിച്ച് കൊയ്ക്കോലോസ് അഭിഷേകം. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. സ്വതം എനിക്കത് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടും. അങ്ങനെ ഒരു അഭിഷേകമുണ്ട്. കൊയ്ക്കലോസ് അഭിഷേകം നമ്മളിലേക്ക് ദൈവം തരാൻ പോവുക. സ്വതം ഇന്ത്യയിലെ നമ്പർ 1 ഊതി വീഴ്ത്തുന്ന ഒരു പരിപാടിക്കാരനാണ്. ഊതി വീഴ്ത്തലും കുരപ്പിക്കലും ചിരിപ്പിക്കലും ഛർദ്ദിപ്പിക്കലും എല്ലാം ഉണ്ട്. പുള്ളിയുടെ കൂട്ടരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കിടന്ന് വലസുക. എറണാകുളം പട്ടണത്തിലുണ്ട്, 14 ജില്ലകളിലുണ്ട്, കേരളം മുഴുവനുണ്ട്, ഇന്ത്യ മുഴുവനുണ്ട്, ആഗോള വ്യാപകമായുണ്ട്. ഈ വെസ്റ്റേൺ തിയോളജിയിൽ ഇത് കയറി വന്നിരിക്കുകയാണ്. ഇതൊരു വലിയ സാത്താൻ്റെ ചതിയാണ്. ദൈവജനം മനസ്സിലാക്കുക. സർപ്പം ഹവ്വായെ ഉഭയത്തിൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മുടെ ഹൃദയത്തെ വഷളാക്കുന്ന ശുശ്രൂഷകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ദൈവജനം ഗ്രഹിക്കുക. ഈ മാസത്തിൻ്റെ അവസാന ദിനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വേദനയോടെ, ഹൃദയഭാരത്തോടെ, സങ്കടത്തോടെ ആണ് ഞാനിത് പറയുന്നത്. കാരണം ജനം ഇങ്ങനെ കുമിഞ്ഞു കൂടി നിൽക്കുമ്പോൾ അവരെ മോഹന വാഗ്ദാനങ്ങൾ നൽകി അഭിഷേകം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തഭിഷേകം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച ഒരു വ്യക്തി അഭിഷേകം പ്രാപിക്കണം. ഓക്കെ, അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അഭിഷേകത്തിൻ്റെ ശക്തീകരണമുണ്ട്. പ്രവൃത്തി 4 ഒരു ഉദാഹരണം. അപ്പോസ്തലന്മാരെയും കർത്താവിൻ്റെ ശിഷ്യന്മാരെയും യഹൂദന്മാരെ പീഡിപ്പിച്ചു. അപ്പോൾ അവർ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അത് ഞാൻ പറയുന്നത്, അല്ല വേറൊന്നുമല്ല. സ്തോത്രം. അവര് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? ഇത് കേട്ടിട്ട് അവർ ഒരുവനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്. അതിൻ്റെ മുമ്പിലുള്ള ആ 3-ാം അധ്യായത്തിൽ രോഗി സൗഖ്യമായോടനുബന്ധിച്ച് യഹൂദന്മാർക്ക് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ്. അപ്പൊ ആ അനുഭവത്തിലൂടെ സ്തോത്രം അവർ കടന്നു പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തോട് നിലവിളിച്ചു.
അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അല്ല, അഭിഷേകം പ്രാപിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, ഒരു ആത്മാവിൻ്റെ ഒരു ശക്തീകരണം. അഭിഷേകം പ്രാപിച്ചവരുടെ മേൽ പിന്നെ ആത്മാവിൻ്റെ ഒരു ശക്തീകരണം കൊടുക്കുക ചെയ്തത്. അതിനാണ് നമ്മുടെ ന്യൂ ജനറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഭിഷേകം അഭിഷേകം അഭിഷേകം. അഭിഷേകം ഒരിക്കലായിട്ടേ ഉള്ളൂ. അത് വേദപുസ്തകം നന്നായി പഠിപ്പിക്കുന്ന പഠിതാക്കള് വേദപണ്ഡിതന്മാരില്ലാതെ പോയത് കൊണ്ടാണ് ഇന്ന് ഈ ന്യൂ ജനറേഷനിൽ ഈ കൾട്ട് ഉപദേശം കയറി വന്നിരിക്കുന്നത്. അഭിഷേകം ഒരിക്കലേ ഉള്ളൂ. അതിന്മേലുള്ള ആത്മശക്തീകരണം മരിക്കുന്നവരെ നമുക്ക് പ്രാപിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരിക്കണം. ഇനി ഒന്നുകൂടി പറയാം, പഠിപ്പം എല്ലാം പറയണമല്ലോ. കുരുത്തക്കേട് കാണിച്ചാൽ, വചനവ്യവസ്ഥ വിട്ടുപോയാൽ ഈ അഭിഷേകം നമ്മളുടെ എടുത്തു കളയും. എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യും? പിന്നെയും ഇങ്ങനെ അന്യഭാഷ പറഞ്ഞ് അഭിഷേകം ഒന്നും പറഞ്ഞ് അവസാനം നരകത്തിലോട്ട് പോയി വീഴും. ശൗലിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടതിന് ശേഷം ശൗൽ എന്ത് ചെയ്തു? ഭയങ്കര ശുശ്രൂഷകളൊക്കെ ചെയ്തു. ഇന്ന് അഭിഷേകം നഷ്ടപ്പെടുത്തിയിട്ട് ദുരാത്മാവ് കയറി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ ആത്മീയ കോളത്തിൽ കിടപ്പുണ്ട്. ദൈവമക്കളെ തിരിച്ചറിയുക. ഇല്ലെങ്കിൽ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ നിത്യത നഷ്ടമാണ്. ഈ പുള്ളി പ്രസംഗിച്ച് വന്നിട്ട് അവസാനം കൊണ്ടുവന്ന് നിർത്തുന്നത് എവിടെയെന്നറിയോ? ഭൗതിക അനുഗ്രഹങ്ങൾ. ഞാനത് പ്രത്യേകം നോട്ട് ചെയ്യാനിടയായി. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണമെന്നോ, വിശുദ്ധീകരണം പ്രാപിക്കണമെന്നോ, ആത്മീയ വളർച്ച പ്രാപിക്കണമെന്നോ, ആത്മീയ വർധന പ്രാപിക്കണമെന്നോ, ആത്മീയ നിറവ് പ്രാപിക്കണമെന്നോ, വിശുദ്ധിയിൽ നമ്മളെ സൂക്ഷിക്കണമെന്നോ, ദൈവവചനമനുസരിച്ച് ജീവിക്കണമെന്നോ ഇങ്ങനെയുള്ള യാതൊരു സ്റ്റേറ്റ്മെൻറ്റും തൻ്റെ പ്രസംഗത്തിലില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എടാ മരമണ്ട, എഫേസർ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമ്മൾ എന്താ പഠിപ്പിച്ചേ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ തിരിവ് അനേകർക്ക് കിട്ടിയിട്ടില്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി എന്താ വേണ്ടേ? നമ്മൾ ആത്മീയ ദാരിദ്ര്യത്തിന്റെ പടുകുഴി കിടക്കുക. നമ്മൾ ദൈവസ്ഥനെ ഇരുന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുക. ഇതാ വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? വിഷയം മനസ്സിലാവുന്നുണ്ടോ? പ്രിയ ദൈവമക്കളെ, ചതിക്കുഴിയിൽ പോയി വീഴരുത്. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളുടെ വിരുദ്ധേറ്റിക്കരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറഞ്ഞേ. തലയെ മുറുകെ പിടിക്കാത്തവൻ നിങ്ങളുടെ വിരുദ്ധേറ്റിക്കരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തലയായ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ മുറുകെ പിടിക്കാതെ, ക്രിസ്തുവിന്റെ ഉപദേശം മുറുകെ പിടിക്കാത്തവൻ വിരുദ്ധ തെറ്റിക്കുന്നു. ഹല്ലേലൂയ. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. സ്തോത്രം. കർത്താവ് പറഞ്ഞു ചെന്നായ്ക്കളെന്ന്, പൗലോസ് പറഞ്ഞു കൊടിയ ചെന്നായ്ക്കളെന്ന്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. 1.5 മണിക്കൂർ ഞാൻ ആ പ്രസംഗം മുഴുവൻ കേട്ടു, കംപ്ലീറ്റ് കേട്ടു. എനിക്കത് കേട്ടിട്ട് അതിൻ്റെ കണ്ടൻസ് എടുക്കാനാണ് ഞാൻ കേട്ടത്. അത് പറയുന്നത് മുഴുവൻ ഭൗതിക അനുഗ്രഹം, ലോകാനുഗ്രഹം. സ്വർഗരാജ്യത്തെക്കുറിച്ച് യാതൊരു സ്റ്റേറ്റ്മെൻറ്റും ഇല്ല. സ്വർഗത്ത് പോകാനുള്ള യാതൊരു റൂട്ടും അതിൽ പറയുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. ദൈവരാജ്യം, സ്വർഗരാജ്യം എന്നൊരു കൺസെപ്റ്റ് ആ പ്രസംഗത്തിലില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പ്രാസംഗികൻ ആരാന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലൂസാണ്. എപ്പോഴും പറയാറുള്ളത്. അപ്പോസ്തലനായ പൗലൂസിനേക്കാളും വലിയൊരു പ്രാസംഗികൻ ഇന്ന് ലോകത്തിലില്ല ദൈവമക്കളെ. ആ പൗലൂസിന്റെ പ്രസംഗം പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ 2 ഭാഗത്ത് തൻ്റെ അടുക്കൽ വരുന്നവരൊക്കെയും ദൈവരാജ്യം പ്രസംഗിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും, ന്യായപ്രമാണത്തെ ആസ്പദമാക്കി യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചും, ദൈവരാജ്യം പ്രസംഗിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും ഉപദേശിച്ചും പ്രസംഗിച്ചും പോന്നുവെന്ന് പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായം നല്ല ശക്തമായ പഠനം നമുക്ക് തരുമ്പോൾ, അത് പഠിക്കാതെ പൗലൂസിനെക്കാളും വലിയ ശുശ്രൂഷകന്മാരാകാൻ ശ്രമിച്ചാൽ അടിതെറ്റി വീണത് തന്നെ, യാതൊരു സംശയവുമില്ല. അപ്പോസ്തലന്മാരെക്കാളും വലിയ ശുശ്രൂഷകന്മാർ ഇന്നുവരെ ആരും എഴുന്നേറ്റിട്ടില്ല ഈ ഭൂമിയിൽ. ഇനി എഴുന്നേക്കാലും പോകുന്നില്ല. അവരുടെ ശുശ്രൂഷകളുടെ മാതൃകകൾ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ദ ബുക്ക് ഓഫ് ആക്ട്സ് ദൈവസഭയുടെ ചരിത്ര പുസ്തകമാണ്, പുതിയ നിയമ ചരിത്ര പുസ്തകം. അത് പഠിക്കുക. അവർ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് അത് പഠിക്കുക. അത് പഠിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിലെത്താം. അല്ലെങ്കിൽ നമ്മുടെ നിത്യതയെക്കുറിച്ച് നമ്മൾ വളരെ ദുഃഖിക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം. നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്ന വാക്യം
ഒരു 4 വാക്യം നമ്മൾ വായിക്കുകയാണ്. അത് ഒരുമിച്ച് വായിക്കാം നമുക്ക്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 വാക്യങ്ങൾ. ബാക്കി ആ ഭാഗങ്ങൾ സമയം പോലെ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കും. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഈ വേദഭാഗങ്ങളിൽ 1-ാം അധ്യായം മുഴുവൻ നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നുണ്ട്. എന്നാൽ ഇത് 3-4 വാക്യം മാത്രം വായിച്ച് ആ അധ്യായത്തിൽ കിടക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കാൻ എനിക്ക് പ്രേരണയുണ്ട്. അതിതാണ്, നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ, ഒരു ലേഖനം പഠിക്കുമ്പോൾ ആ ലേഖനത്തിൻ്റെ 1 മുതൽ എത്ര അധ്യായമുണ്ടോ ആ അധ്യായം മുഴുവൻ നമ്മൾ വായിച്ച് പഠിച്ചിരിക്കണം. ഉദാഹരണം, നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് കത്ത് എഴുതും. ഇപ്പോൾ എനിക്ക് എൻ്റെ വൈഫ് കത്ത് എഴുതുമായിരുന്നു. 2 പേപ്പറൊക്കെ ഉള്ളൊരു കത്ത് എഴുതും. ആ A4 ഉള്ള 2 ഷീറ്റിൽ അപ്പുറവും ഇപ്പുറവും എഴുതി 4 പേജുള്ള ഒരു കത്ത് വരാറുണ്ട്. ഈ കത്ത് കിട്ടിയ ഉടനെ ഞാൻ എന്ത് ചെയ്യും? എടുത്തങ്ങോട്ട് അതിൻ്റെ ആദ്യത്തെ ഷീറ്റ് മാത്രം വായിച്ചിട്ട്, 2 ഷീറ്റുകളിൽ 1 ഷീറ്റ് മാത്രം, 1 പേജ് മാത്രം വായിച്ചിട്ട് ബുക്ക് 3 എടുത്ത് വലിച്ചെറിഞ്ഞു കളയോ? ഇല്ല. പുള്ളിക്കാരിക്ക് എന്നോട് അറിയിക്കാനുള്ള മെസ്സേജ് എന്താണെന്നുള്ളത് അറിയാൻ 4 ഭാഗവും വായിക്കണം. അതുപോലെ ദൈവത്തിന് മനുഷ്യനോട് അറിയിക്കാനുള്ള സന്ദേശം എന്താണെന്ന് ലേഖനങ്ങളിലൂടെയാണ് പുതിയ നിയമസഭയുടെ ഉപദേശം എന്നുള്ളത് നമ്മൾക്ക് തിട്ടമാണ്. അത് അറിഞ്ഞുകൂടാത്തൊരു ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ലേഖനങ്ങളിൽ ദൈവം നമുക്ക് തരുന്ന സന്ദേശം, ഉപദേശം എന്താണെന്നുള്ളത് ആ ഒരു ലേഖനം നമ്മൾ മുഴുവൻ വായിച്ച് പഠിക്കണം. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇടതിടാതെ ലേഖനങ്ങൾ വായിച്ച് പിന്നെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച 94-കാരനായ പുള്ളി എപ്പോഴും പറയും, ഒരു വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം ഒരു സ്ഥലത്ത് നിന്ന് അടർത്തിയെടുത്ത്, വേറെ സ്ഥലത്തു നിന്ന് ഒരു വാക്യം അടർത്തിയെടുത്ത്, പഴയ നിയമത്തിൽ ഒരു വാക്യം അടർത്തിയെടുത്ത്, പിന്നൊരു ഭാഗം അടർത്തിയെടുത്ത്, ഇങ്ങനെ പറയുമ്പോൾ ആ പറച്ചിലിന് അല്ലെങ്കിൽ ആ മെസ്സേജിന് ഒത്തിരി അപാകതകളുണ്ടാകും. അത് വേദശാസ്ത്രികളുടെ ഇടയിലുള്ളൊരു പഠനമാണ്. വിശ്വാസികളായ നമുക്ക് അതിനെക്കുറിച്ച് വലിയ അജ്ഞരാണ് പലരും. എന്നാൽ ഒരു ലേഖനം എഴുതുമ്പോൾ, ഒരു കത്തെഴുതുമ്പോൾ, ആ കത്തിലൂടെ ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് തരുന്ന കൽപ്പനകളും വചനങ്ങളുമാണ്. 1 കൊരിന്ത്യർ 14:37 നീ പ്രവാചകനായിരിക്കാം, ആത്മീകനായിരിക്കാം, ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. അങ്ങനെ കൽപ്പന എന്ന് അറിയുന്നില്ലെങ്കിൽ അറിയാതിരിക്കട്ടെ എന്നാ പൗലോസ് പറയുന്നേ. അതിൻ്റെ 14-ന്റെ 37-38 വാക്യങ്ങൾ കുറിച്ച് വെച്ച് പഠിക്കേണ്ട വാക്യങ്ങളാണ്. അപ്പോൾ ദൈവ കൽപ്പന എന്താണെന്നൊരു ലേഖനത്തിലൂടെ ആദ്യം മുതൽ അവസാനം വരെ ദൈവസഭയ്ക്ക് തരുന്ന ലേഖനങ്ങൾ പരിശുദ്ധാത്മ നിയോഗത്താൽ അപ്പോസ്തലന്മാർ തരുമ്പോൾ അത് മുഴുവൻ വായിച്ച് പഠിച്ച് അതിൻ്റെ ഉള്ളിലുള്ള വിഷയങ്ങൾ നന്നായി മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കിട്ടത്തില്ല. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ മുഴുവനായി ഞാൻ നിങ്ങൾക്ക് അറിയിക്കും. ഇപ്പം നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ ആലോചന അറിയാനായിട്ട് ധർമ്മക്കണ്ണൻ്റെ അടുക്ക പോകണം, അല്ലെങ്കിൽ സാമ്പാറിൻ്റെ അടുക്ക പോകണം, അല്ലെങ്കിൽ CC അപ്പൻ്റെ അടുക്ക പോകണം. ഓരോ അടുക്കലും പോണ്ട. നേരെ ചൊവ്വ ജീവിച്ച് ദൈവവചനം വായിച്ച് പഠിച്ചാൽ ദൈവത്തിൻ്റെ ആലോചന വിശുദ്ധ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും സ്വർഗത്തിലെ യഹോവയായ ദൈവവും കർത്താവായ യേശുക്രിസ്തുവും നമുക്ക് വ്യക്തമായി തന്നിട്ടുണ്ട്. അത് വായിച്ച് പഠിച്ച് അതനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ വല്ലവരും പറയുന്നത് കേട്ട് പോയാൽ, എൻ്റെ പൊന്നു ദൈവമക്കളെ, ഞാൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീണ്ട 25 വർഷം എനിക്ക് നഷ്ടമായി. അത് കഴിഞ്ഞതിന് ശേഷം ദൈവവചനം പഠിപ്പിക്കുന്ന പഠിതാക്കൾ ദൈവം വചന ഫലമേൽപ്പിച്ചവരിൽ നിന്ന് പഠിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായികയാൽ തെറ്റിപ്പോകുന്നു. അപ്പോൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയേണ്ട പോലെ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. തെറ്റി അങ്ങോട്ടാണ് പോകുന്നത്, നാശത്തിലേക്കാണ് പോകുന്നത്. മനസ്സിലാക്കുക. തിമോത്തിയോസ് പറയുന്ന 1-2 വാക്യം കൊണ്ട് വായിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരിക. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, സത്യവചനത്തെ പറഞ്ഞോ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി
ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ. അപ്പൊ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാം, വളച്ചൊടിച്ച് പ്രസംഗിക്കാം, കൂട്ടിയേർത്ത് പ്രസംഗിക്കാം, കോട്ടി പ്രസംഗിക്കാം, മറിച്ച് കളഞ്ഞ് പ്രസംഗിക്കാം. ഇന്നതാ നടന്നുകൊണ്ടിരിക്കുന്നേ. പാസ്റ്ററിനെങ്കിലും മനസ്സിലായി. ഞാൻ ഈ പ്രസംഗം കേട്ടിട്ട് ബരോബിലെ വിശ്വാസികളെ പോലെ ഈ തിരുവെഴുത്തുകളും ഈ ബഹുമാനപ്പെട്ട പാസ്റ്ററിന്റെ പ്രസംഗവും കൂടി കൂടെ ഒത്തു നോക്കുമ്പോൾ ഇതുമായിട്ട് ഒത്തുവരുന്നില്ല. രണ്ടും രണ്ട് രീതിയിൽ കിടക്കുക. സ്തോത്രം. ഒരാളൊരു പ്രവചനം പറയുമ്പോൾ ആ പ്രവചനത്തെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? വചനത്തിലൂടെ. യൂദയും ശീലാസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. പ്രവചനത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കും. അപ്പൊ പ്രവചനത്തിൽ എന്തുണ്ട്? പഠിച്ചോ. 1 ആത്മീയവർധന, 2 പ്രബോധനം, 3 ആശ്വാസം. പൊള്ളുന്ന ചൂടിൽ ഒരു ആശ്വാസം, വചനം ആശ്വാസമായിട്ട് തരിക. അല്ല, കീശ വീർപ്പിക്കുന്നതല്ല പ്രവചനം. വള്ളം നിറയെ മീൻ കിട്ടുമെന്നുള്ളതല്ല പ്രവചനം. അതല്ല പ്രവചനം. വല വീട്ടിയ വല മുഴുവൻ കീറത്തോലെ കിട്ടുമെന്നുള്ളതല്ല പ്രവചനം. ഭൗതിക കാര്യങ്ങളാ. ഇവിടെ പൗലോസ് എന്താ പഠിക്കുന്നത്? ആത്മീയ വർധനവിനെ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞിരിക്കുന്നു, നമ്മുടെ വചനധ്യാനം കുറഞ്ഞിരിക്കുന്നു, നമ്മുടെ വിശുദ്ധ ജീവിതം കുറഞ്ഞിരിക്കുന്നു, കർത്താവിൻ്റെ വരവിനുള്ള ഒരുക്കം കുറഞ്ഞിരിക്കുന്നു, പ്രത്യാശ പോയി, വചനജ്ഞാനമില്ല. സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകണം. പിന്നെ പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ സമ്പന്നരാകണം, സന്തോഷത്തിൽ സമൃദ്ധി ഉണ്ടാകണം. ആത്മീയ സന്തോഷം, ജഡീകമല്ല. ഇങ്ങനെ വചനത്തിൻ്റെ കാതലായ അനുഭവങ്ങളിൽ നമ്മൾ സമ്പന്നരാകണം. ആ വചനത്തിൻ്റെ ഇപ്പോൾ ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സ്വരൂപിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്. അത് ഇടയ്ക്ക് ഒരു പാസ്റ്റർ എടുത്ത് പ്രസംഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാറില്ല. ദൈവ വിഷയത്തിൽ സമ്പന്നരാകുക എന്ന് പറഞ്ഞാൽ ആത്മീക സമ്പന്നത, വിശ്വാസത്തിൽ സമ്പന്നത, പ്രത്യാശയിൽ സമ്പന്നത, സന്തോഷത്തിൽ സമ്പന്നത, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത, നീതിയുടെയും കൃപാദാനത്തിൻ്റെയും സമൃദ്ധി. അങ്ങനെ ആത്മീകമായ അനുഭവങ്ങളുടെ സമൃദ്ധിയാണ് കർത്താവ് അവിടെ പറഞ്ഞത്. ഇന്ന് അത് തിരിച്ചിട്ടിരിക്കുക പ്രിയപ്പെട്ട പാസ്റ്റർമാര്. അതാ ഞാൻ പറഞ്ഞ സർപ്പവായോ വേദ ചലിച്ചോ ചതിയടന്നിരിക്കുക. ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ നിത്യതയെ ബാധിക്കുമെന്ന് ഞാൻ പറയുക. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എനിക്ക് ഇവരെ കുറെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? എന്നോട് പറയും ഭയങ്കര കുറ്റം പറയും. ഒരു കുറ്റമല്ല പറയാം, കാര്യമാണ് പറയുന്നത്. കാര്യമാണ് പറയണമെന്നേ. കുറ്റം പറയുകയാണെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ഈ പറഞ്ഞ പുള്ളികൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും. എന്നിട്ട് അത് അങ്ങനെയാണോ പ്രസംഗിക്കേണ്ടത്, അതോ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അംഗീകരിക്കാം. ഇല്ലെങ്കിൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? സത്യം ഒന്നായിരിക്കുക, അതിനെ വളച്ചൊടിക്കുമ്പോൾ എങ്ങനെയാ നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നേ? ഒരുത്തൻ വചനം പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസംഗിക്കുന്നത് പോലെ ആയിരിക്കണം. നേരത്തെ പറഞ്ഞു സത്യവചനം പ്രസംഗിക്കണം. എൻ്റെ വചനം, എൻ്റെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമത്രേ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ വക കാര്യങ്ങൾ മുഖോരമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ദയവായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക, അത് ഗ്രഹിക്കുക, അത് പഠിക്കുക. ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ പോകും. ഒരൊറ്റ ആയുസ്സേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. രണ്ടാമത് റൊണാൾഡോ പോങ്ക വന്നപ്പോൾ ഒരു വചനം പറഞ്ഞ് എനിക്ക് വലിയ ഇഷ്ടം. അദ്ദേഹം നല്ലൊരു സുവിശേഷകനാണ്, വളരെ കറതീർന്നൊരു സുവിശേഷകനാണ്. അദ്ദേഹത്തെ കൊണ്ട് ലാഭം കൊയ്തു നമ്മുടെ ഉദ്ദേശിമാർ. അത് ദൈവം അവരോട് നീതിയായിട്ട് കണക്കിടട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരൊറ്റ ആയുസ്സേ നമുക്കുള്ളൂ ദൈവമക്കളെ. ആയുസ് നമ്മൾ തുലച്ചു കളയരുത്. അത് ദൈവവചന വ്യവസ്ഥ പ്രകാരം ജീവിച്ച് നിത്യതയ്ക്ക് പോകാൻ ഒരുങ്ങണം നമ്മൾ. ഇല്ലെങ്കിൽ ആയുസ് കൊണ്ട് നമ്മൾ തുലയ്ക്കുകയാണ്. അവസാനം നമ്മൾ യാഥാസ്ഥലത്ത് കിടന്ന് അയ്യം വിളിക്കേണ്ടി വരും. അന്ന് രക്ഷിക്കാൻ ഒരു മനുഷ്യപ്പുഴുവും കാണത്തില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഞാൻ വചനത്തിലേക്ക്, യാക്കോബിൻ്റെ ലേഖനമാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. ഇവിടെ യാക്കോബിൻ്റെ ലേഖനം യഹൂദന്മാർക്കാണ് എഴുതുന്നതെന്ന് 1% വേദപണ്ഡിതന്മാർ പറയുന്നു. അതിനെ അവരെടുത്തിരിക്കുന്ന വാക്യം ഇതാണ്: ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. യഹൂദ ഗോത്രത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന പുതിയ നിയമസഭയുടെ അംഗങ്ങളായവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ ലേഖനം എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അർത്ഥമുള്ളൂ. അല്ലാതെ നമുക്ക് കൂടി അല്ലെന്നുള്ളതല്ല ഇന്ന് പഠിക്കേണ്ടത്.
അങ്ങനെ അങ്ങ് മാറ്റിയിട്ടിരിക്കുക ചിലര്. ഞാൻ സാധാരണ പറയാറുള്ളത് പ്രവൃത്തി പുസ്തകം മുതൽ യൂദയുടെ ലേഖനം വരെ, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായം, 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. ഇത്രയും ഭാഗങ്ങൾ പുതിയ നിയമസഭയുടെ ശക്തമായ പ്രമാണങ്ങളാണ്. നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു. അപ്പൊ ഈ പ്രമാണങ്ങൾ നമ്മൾ സഭയെ പഠിപ്പിക്കണം. റോമാസഭയെ അപ്പോസ്തലൻ ഉപദേശം പഠിപ്പിച്ചു. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങൾ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി. അപ്പൊ റോമാസഭയെ ഉപദേശം പഠിപ്പിച്ചു. റോമർ 16:17 വരുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം, നിങ്ങൾ പഠിച്ച ഉപദേശം. റോമർ 6:17, 16:17 വരുമ്പോൾ നിങ്ങൾ പഠിച്ച ഉപദേശ രൂപം. അപ്പൊ സഭകളെ ഉപദേശം പഠിപ്പിച്ചു, സഭ അത് പഠിച്ചു. ഇന്നിപ്പോ സഭകളെ ഉപദേശം പഠിപ്പിക്കുന്നില്ല. 500, 1000, 2000 പേര് കൂടുന്ന വിശ്വാസികൾ കൂടുന്ന 2 പേരെ 1 പേരെയൊക്കെ ഞാൻ എത്ര പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല അവർക്ക്. കുറെ പാട്ട് പാടാൻ അറിയാലോ, വേറെ ഒന്നും അറിയത്തില്ല. പാട്ടിന്റെ ഉസ്താദാ ഞാൻ. കരോക്കെ പാടാനൊക്കെ എനിക്ക് ചെറിയ രീതിയിൽ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണ്ട് കൺവെൻഷൻ സ്റ്റേഡിലൊക്കെ ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, ഞാനതിനെ എതിർക്കുന്നില്ല. ഉപദേശം എവിടെ പഠിപ്പിക്കുന്നേ? ആ ഉപദേശം പഠിപ്പിക്കണമെന്ന് പറയുന്നതിന് ഞാൻ ഊന്നൽ കൊടുക്കുന്ന ഒരു വാക്യം റോമർ 6:16-17 ഒന്ന് വായിച്ചേ. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചേ, അതൊന്ന് കേട്ടെ. നിങ്ങൾ കേട്ടിട്ട് പറ എന്താണെന്നുള്ളത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് അത് കാര്യങ്ങളെ ഗ്രഹിച്ചും പോകും. 6:16-17 നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായി ആ ആ ആ ആ 2 ദാസത്വത്തെ അവിടെ പൗലോസ് പഠിപ്പിക്കുക. ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ, നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. അപ്പൊ 2 ദാസത്വം നിൽക്കട്ടെ. 2 ദാസത്വം, ഒന്ന് പാപത്തിന്റെ ദാസൻ, അനുസരണത്തിന്റെ ദാസൻ. ഈ 2 ദാസത്വത്തിൽ നമ്മളേതാ? അടുത്ത വാക്യം, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും. അത് പോയില്ലേ. അത് മിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ വാക്യം വായിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്വാതന്ത്ര്യം. അപ്പൊ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് എങ്ങനെയാ? രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ? സ്നാനപ്പെട്ടതുകൊണ്ടോ? 2 അന്യഭാഷ പറഞ്ഞുകൊണ്ടോ? കിടന്ന് ബഹളം വെച്ചുകൊണ്ടോ? അല്ല. പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിക്കണം. തല്ലിപ്പഠിപ്പിക്കുകയല്ല. പഠിക്കടാ, കേക്കടാ, അനുസരിക്കടാ. ഞാൻ അവനോട് പറയും മിണ്ടായിട എന്നൊക്കെ പറയും. കാരണം അവൻ അനുസരിക്കുക, കുഞ്ഞാ. സ്തോത്രം. പല പ്രാവശ്യം പറഞ്ഞാലും അവന് അനുസരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു റോമയിലെ വിശ്വാസികളെ, യഹൂദന്മാരെ, യവനായന്മാരെ. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നിങ്ങളിപ്പോൾ ആരായി? നീതിക്ക് ദാസന്മാരായി. നീതിക്ക് ദാസൻ, ദൈവദാസൻ, ദൈവത്തിന്റെ ദാസി. നീതി ചെയ്യുക, വചനമനുസരിക്കുക. ഇങ്ങനെ സകല നീതി നിവർത്തിക്ക് നമുക്ക് ഉചിതം. യോർദാൻ കലക്ക വെള്ളത്തിൽ യോഹന്നാൻ സ്നാപകന്റെ കീഴിൽ യേശു ക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് യുജനം. കർത്താവ് വചനം അനുസരിച്ചപ്പോൾ ആ വചനം അനുസരിക്കുന്നതിനാണ് നീതി പ്രവൃത്തി എന്ന് പറയുന്നത്. നീതിക്ക് ദാസനാകുക എന്ന് പറഞ്ഞത് നമുക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങൾ ഓരോന്നും അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് നീതിക്ക് ദാസന്മാരും ദാസിമാരും ആകുന്നത്. അല്ലാത്തിടത്തോളം കാലം ആകത്തില്ല. എന്തൊക്കെ സർക്കസ് കാണിച്ചാലും ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗങ്ങളെ എടുത്ത് കേട്ടിട്ട് വിലയിരുത്തിയിട്ട് അതിന് മാർക്കിടുന്നതിൻ്റെ കാരണം, ബെരോബിലെ വിശ്വാസികളെ പോലെ അവർ തിരുവെഴുത്തുകളെ ശോധന ചെയ്തു. തിരുവെഴുത്തുകൾ അങ്ങനെ ഉണ്ടോ, എന്താണ് പ്രസംഗം, എന്താണ് ദൂത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ വന്നില്ലെങ്കിൽ അതിനെ കണ്ടം ചെയ്ത് ദൂരെ കളയും. നമുക്ക് വേണ്ടാതെ അത് നാശത്തിലേക്ക് പോകുന്ന പ്രസംഗങ്ങളാണ്. ഇവിടെ യാക്കോബ് പറയുന്നത് ശ്രദ്ധിക്ക്. 12 ഗോത്രങ്ങൾക്കും വന്ദനം പറഞ്ഞിട്ട് പിന്നെ താൻ പറയുന്ന ഒരു സത്യം, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നുണ്ട്. പരീക്ഷകൾ, ടെംപ്റ്റേഷൻ, വിവിധ പരീക്ഷകൾ,
പരിശോധനകൾ, ഒരു രോഗമാകാം, ഒരു സാമ്പത്തിക ഞെരുക്കമാകാം, ഒരു നമ്മളൊന്നും ചിന്തിക്കാത്തൊരു ക്രൈസിസ് ആകാം. ഇന്നലെ ഇടയ്ക്ക് പറയണ്ടായി, ഒരു ലോൺ എടുത്തു, ലോൺ അടച്ചു തീർത്തതിന് ശേഷം പിന്നെ പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റ്സ് ഉണ്ട്, അതുകൂടി ക്ലിയർ ചെയ്തില്ലെങ്കിൽ ആ ലോൺ അടച്ചു തീർത്തതായിട്ട് വരത്തില്ല, അത് പിന്നെയും നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പം അതിന് ചില സർട്ടിഫിക്കറ്റും അതിന് ലീഗലായിട്ട് ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പറ്റും? വലിയ കുഴി ചെന്ന് ചാടും. കുരങ്ങന്റെ വാല് എറിയത് പോലെ എറിയിപ്പോവും. ലോൺ മുഴുവൻ അടച്ചു തീർത്തു, പക്ഷെ അതിന് ശേഷമുള്ള ചില ഡോക്യുമെന്റ്സ് ഉണ്ട്, ചില സർട്ടിഫിക്കറ്റ് ഉണ്ട്. അടച്ചു തീർത്തു എന്നുള്ളത് ബാങ്കിൽ നിന്നും നമ്മുടെ നിന്നും ഒക്കെ ഉള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങി വെക്കണം. അല്ലെങ്കിൽ അത് അടച്ചതായിട്ട് അവർ വല്ലാതെ രണ്ടാമതും നമ്മളെ ലോൺ അടയ്ക്കാനായിട്ട് നിർബന്ധിക്കും. അപ്പം നമ്മളത് ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടതാണ്. സ്വത്രം ഒരു സെക്കൻഡ് ഒരു വണ്ടി നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ആ വണ്ടി സെയിൽ ലെറ്റർ നമ്മൾ ആ പുള്ളിയുടെ നിന്നും നമ്മളും കൂടി ഒപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിട്ട് അത് വാങ്ങി വെച്ചില്ലെങ്കിൽ ആ നമ്മൾ കൊടുത്ത വണ്ടി വല്ലവനെ ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമ്മുടെ വണ്ടയ്ക്ക് കയറി വരും. അപ്പം എവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം, ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ യാക്കോബ് പറയുന്നു, വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത സ്ഥിരത. അതിന് ദീർഘക്ഷമ എന്നാണ് KJV ട്രാൻസ്ലേഷൻ ആ വാക്കിന്റെ അർത്ഥം. പേഷ്യൻസ്, സ്ഥിരത. അപ്പൊ പരീക്ഷകളിൽ നമ്മൾ അകപ്പെടുമ്പോൾ, പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്തോത്രം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന, ഈ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് പറയുമ്പോൾ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് പോകുമ്പോൾ നമുക്ക് പരിശോധനകൾ വരും, ഭാരങ്ങൾ വരും, രോഗങ്ങൾ വരും, കഷ്ടങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പോരാട്ടങ്ങൾ വരും, വെല്ലുവിളികൾ വരും. ആ പരിശോധന നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദീർഘക്ഷമയോടെ അതിനെ നേരിടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പേഷ്യൻസ്, ദീർഘക്ഷമ കിട്ടുന്നു. അതൊരു ആത്മീക ദീർഘക്ഷമ എന്നുള്ളത് പുതിയ നിയമത്തിൽ നമ്മൾ എങ്ങനെ പഠിക്കുന്നത്? ദീർഘക്ഷമ ആത്മാവിൻ്റെ ഫലം. ആത്മാവിൻ്റെ ഫലം എന്തൊക്കെയാന്ന് പറഞ്ഞേ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയം. ഇതാണ് ആത്മഫലം. ഇതില്ലാത്തവൻ അന്യഭാഷ പറയരുത്. എൻ്റെ പഠിപ്പിക്കൽ അങ്ങനെ ഇച്ചിരി കട്ടിയാ, ചുമ്മാ കിടന്ന് ബഹളം വെച്ച് ആൾക്കാരെ ഉറക്കം കെടുത്തരുത്. നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയി പ്രാർത്ഥിക്കാൻ നേരത്ത് പരിസരവാസികളെ കിടത്തിപ്പൊറപ്പിക്കത്തില്ല, കൈയടിച്ചും അന്യഭാഷ പറഞ്ഞു. എന്തിനായി കിടന്ന് പറയുന്നത്? നമുക്ക് കേൾക്കാൻ കിടന്ന് പറഞ്ഞാൽ പോരെ? സ്വത്രം. വടക്കേ ഇന്ത്യയിലൊക്കെ പ്രശ്നം വന്നേക്കണ എന്താ? സൗണ്ട് പൊല്യൂഷൻ, ഡസ്റ്റ് പൊല്യൂഷൻ പോലെ പലരും കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പ്രാർത്ഥനകൾ മുടക്കാനിടയായി. നമുക്ക് സംവിധാനങ്ങളുണ്ടെന്നേ, ഒന്നിൽ AC ചെയ്യണ റൂം, ശബ്ദങ്ങളൊക്കെ പരിമിതമായി നിർത്തി വചനം എടുത്ത് പഠിച്ച് നമ്മൾ വചനം പ്രസംഗിച്ച് കേട്ട് നമ്മൾ ആത്മീകരാകണം. അതിന് ബഹളം വെക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവിലാണ് ആ ബഹളമെങ്കിൽ ആ കർത്താവ് നോക്കിക്കോളൂ. അല്ല ഞങ്ങളെ 94 പഠിപ്പിച്ചത്. നമ്മൾ ആത്മാവിൽ നിറഞ്ഞു കിടന്ന് ബഹളം വെച്ച് ഒച്ചയോ ബഹളമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് മാത്രം എന്തെങ്കിലും പ്രശ്നം വന്നാൽ കർത്താവാണ് അതിന് ഉത്തരവാദി. വെറുതെ കിടന്ന് ബഹളം വെച്ചാലോ? സൗദി അറേബ്യയിൽ ആദ്യത്തെ ഗ്രൂപ്പിനെ പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാനുണ്ട് അവിടെ. ഈ വിവിനെയും കൊണ്ട് ഈ പ്രായത്തിൽ വിവിനെയും കൊണ്ട് ഞാൻ അവിടെ പോയി. അവിടെ ചെന്ന് ചേട്ടൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് പോയി. ആ സമയത്ത് ഇവരുടെ കൂട്ടായ്മയിൽ പോകേണ്ടതാണ് ഞാൻ. അവിടെ ചെന്നപ്പോൾ അവർ കൂട്ടായ്മ പോലീസ് വന്ന് പിടിച്ചപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്തത് അടുത്തുള്ളൊരു കടക്കാരൻ പറഞ്ഞു, ഇവർ ഭയങ്കര ബഹളം ഉണ്ടാക്കുക ഇവിടെ കിടന്നു. ഒന്നാമത് ഒരു ഇസ്ലാം രാഷ്ട്രം, മക്ക മദീനയുള്ള ഇസ്ലാമിൽ നിയമം കർശനമാണ്. ഖത്തർ, സൗദിയ നിയമം കർശനമാണ്, ഇസ്ലാമിക നിയമം. ഇറാനിലും ഉണ്ട്. അവിടെ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ചെയ്തില്ലെങ്കിൽ സംഗതി ഗുരുതരമായ പ്രശ്നമാകും. പോലീസ് പിടിച്ചു കഴിഞ്ഞ് അവർ വന്ന് ചോദിച്ചു, എന്താന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. വാതിലൊക്കെ തുറന്നിട്ടിട്ടാണ് കാണിക്കുക. ഒരു ഇസ്ലാം രാഷ്ട്രത്തിലാണ് ചെയ്ത് ഞങ്ങളൊക്കെ വാതിൽ അടച്ചാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, സൗണ്ട് പുറത്തു പോകാതെ. അപ്പോഴത്തെ ഒരു ഗ്രൂപ്പുകാർ വലിയ ഉണർവാണെന്ന് പറഞ്ഞ് ചെയ്ത് കൂട്ടിയതാ. അവസാനം എക്സിറ്റ് അടിച്ച് വീട്ടിൽ വിട്ടു. കാജ് പോലും കിട്ടിയില്ല പലർക്കും. മനസ്സിലായോ? എൻ്റെ ജ്യേഷ്ഠൻ ആ കൂട്ടത്തിൽ വന്ന ആളാ. അല്ലെങ്കിൽ കുറച്ച് വർഷം കൂടെ അവിടെ നിൽക്കാമായിരുന്നു. സ്തോത്രം. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, വിശ്വാസികൾ തമ്മിൽ, ലീഡേഴ്സ് തമ്മിൽ ചോദിച്ചു, നമ്മൾ എന്തിനാ ഇങ്ങനെ ബഹളം വെച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ എന്തിനാ ചോദിച്ചു?
ഞങ്ങളിങ്ങനെ ആത്മാവിൽ ആരാധിച്ചപ്പോൾ ഒച്ച കൂടിപ്പോയി. അപ്പോൾ ആത്മാഭിഷേകം പ്രാപിക്കാത്ത കുറച്ച് പേര് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ബഹളം വെച്ച്? അവർ കിടന്ന് ബഹളം വെക്കുന്ന കണ്ടോണ്ട് ഞങ്ങളും ബഹളം വെച്ച്. എങ്ങനെയുണ്ട്? അവർ ബഹളം വെക്കുന്നത് കണ്ടോണ്ട് ഞങ്ങൾ കിടന്ന് ബഹളം വെച്ചത്. സംഗതി പിടിയിലായി. പ്രിയ ദൈവമക്കളെ, ഈ വിശ്വാസത്തിന്റെ പരിശോധന എന്നുള്ളത് ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. അപ്പോ എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന അത് നമ്മുടെ ജീവിതത്തിലെ ക്രമക്കേട് കൊണ്ട് നമ്മൾ വരുത്തി വെക്കുന്ന പരിശോധനകളാകരുത്. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നത് നിമിത്തം ദുഷ്ടനായ സാത്താൻ ഉയർത്തിവിടുന്ന പരിശോധനകൾ, പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, ശത്രുവിന്റെ ഭീഷണികൾ, ഒരുപക്ഷെ അത് രോഗങ്ങളായിട്ടോ വിവിധ നിലയിലുള്ള ക്രൈസിസ് ആയിട്ടോ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. ആ പരിശോധനകൾ ദീർഘക്ഷമയോടെ ശക്തിയോടെ നിൽക്കുവാൻ നമുക്ക് ഇടയാകുന്നു. അതോർത്ത് നമ്മൾ എന്ത് ചെയ്യണം?